ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്ററായി വീണ്ടും നിയമിതനായത് സെബാസ്റ്റ്യൻ ലെഗോർണു ആണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടായിരിക്കും, ഇദ്ദേഹം നിയമിതനാകുന്നു, താൻ രാജിവെച്ച് പുറത്തു പോകുന്നു. അഗൈൻ ഇദ്ദേഹം വീണ്ടും ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്ററായി ചുമതലയേറ്റു. ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്ററായി വീണ്ടും ചുമതലയേറ്റത് സെബാസ്റ്റ്യൻ ലെഗോർണു. ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് എഴുതി പഠിച്ചോളണേടാ. എഴുതി പേപ്പറിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്തൊക്കെ വെക്കുക. ദെൻ അതർവൈസ് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് കൃത്യമായിട്ട് എഴുതി പോവുക. കാരണം ഇപ്പോൾ എല്ലാ പരീക്ഷകൾക്കും സാധാരണ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത് ഒരു സ്ഥിരം ഒരു ക്ലീശേ ചോദ്യങ്ങളല്ല. അതാണ് അല്ലേ, സെലക്റ്റീവായിട്ടുള്ള വളരെ വ്യത്യസ്തം നിറഞ്ഞ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് 2025 നടന്ന പരീക്ഷകളിലെല്ലാം തന്നെ ഒരു 90% ചോദിച്ചേക്കുന്നത് 2025 തൊട്ട് മുന്നത്തെ മാസങ്ങളിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്ററായി ചുമതലയേറ്റത് സെബാസ്റ്റ്യൻ ലെഗോർണു. ഓക്കെ, 2025 മിസ്സിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരെങ്കിലും കൺഫ്യൂഷനായോ? അയ്യോ, മിസ് യൂണിവേഴ്സ് എന്തിനാ ടീച്ചർ മിസ്സിസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞത്? അല്ല, മിസ്സിസ് യൂണിവേഴ്സ് തന്നെയാണ് പറയുന്നത്. 2025 മിസ്സിസ് യൂണിവേഴ്സ് ആയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെറി സിംഗ് ആണ്. പ്രത്യേകത എന്താ? മിസ്സിസ് യൂണിവേഴ്സ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഷെറി സിംഗ്. പല ആൾക്കാരും എനിക്ക് തോന്നുന്നു മിസ് യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട്, മിസ്സിസ് യൂണിവേഴ്സ് കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പുതുതായിട്ടൊന്നല്ല, നമ്മൾ കേൾക്കാത്ത പുതിയ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. 2025 മിസ്സിസ് യൂണിവേഴ്സ് ഷെറി സിംഗ്. വേദി മനിലയായിരുന്നു. ഫിലിപ്പൈൻസിലെ മനില അല്ലെ. ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനമായാണ് മനില. 2025 മിസ്സിസ് യൂണിവേഴ്സ് ഷെറി സിംഗ്. ഇത്തരത്തിൽ മിസ്സിസ് യൂണിവേഴ്സ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഷെറി സിംഗ്. വേദി എവിടെയായിരുന്നടാ? മനില. സാവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി. പുതുതായിട്ട് ഏതെങ്കിലുമൊക്കെ ജലവൈദ്യുത പദ്ധതികൾ അല്ലെങ്കിൽ ഡാമുകളൊക്കെ വരുവാണെങ്കിൽ അത് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സാവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി ചെനാബ്, സിന്ധുവിൻ്റെ പോഷക നദിയായ ചെനാബ്. അടുത്തിടെയാണ് ചെനാബ് പാലമൊക്കെ ഉദ്ഘാടനം ചെയ്തത് എന്ന് ഓർക്കുക. സാവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി ചെനാബ് നദിയിലാണ്, സിന്ധുവിൻ്റെ പോഷക നദിയായ ചെനാബ് നദിയിൽ. ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ 8ാമത് സെഷൻ വേദിയായത് ന്യൂഡൽഹിയാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ 8ാമത് സെഷൻ വേദി ന്യൂഡൽഹി. 2015 ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നാണ് ഇങ്ങനെ ഒരു അസംബ്ലിയൊക്കെ രൂപീകരിക്കുന്നത് കേട്ടോ. ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ 8ാമത് സെഷൻ വേദിയായത് ന്യൂഡൽഹിയാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു സമ്പൂർണ്ണ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ്. അപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നടത്തുന്ന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ്. ഓക്കെ, ലോകത്തിലെ തന്നെ ആദ്യത്തെ സൗരോർജ താപവൈദ്യുത നിലയം. ലോകത്തിലെ ആദ്യ സൗരോർജ താപവൈദ്യുത നിലയം ഗോബി മരുഭൂമി. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഗോബി മരുഭൂമി അല്ലെ. ഗോബി മരുഭൂമി. ലോകത്തിലെ ആദ്യ സൗരോർജ താപവൈദ്യുത നിലയം ഗോബി മരുഭൂമി. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദിയായത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ. ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് സാധാരണ വർഷങ്ങളല്ല ചോദിക്കുന്നത്, എത്രാമത് അല്ലെ, 17ാമത്, 16ാമത്, 18 അങ്ങനെയൊക്കെ നമ്പേഴ്സാണ് ചോദിക്കുന്നത്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദിയായത് റിയോ ഡി ജനീറോയാണ്. ഒന്നുകൂടെ പറയട്ടെ, ഫ്രാൻസിലെ പ്രൈം മിനിസ്റ്ററായി ചുമതലയേറ്റത് സെബാസ്റ്റ്യൻ ലെഗോർണു. കൂടെ ഒന്ന് പഠിച്ചു വെക്കോളേ, സെബാസ്റ്റ്യൻ ലെഗോർണു. 2025 മിസ്സിസ് യൂണിവേഴ്സ് ഷെറി സിംഗ്, ഇന്ത്യക്കാരി. വേദി മനില, ഷെറി സിംഗ്. സാവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി ചെനാബ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ 8ാമത് സെഷൻ വേദി ന്യൂഡൽഹി. ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി 8ാമത് സെഷൻ വേദി ഏതാണ്? ന്യൂഡൽഹി. 2015 ഇന്ത്യയും ഫ്രാൻസും ചേർന്നാണ് സോളാർ അലയൻസ് അസംബ്ലി രൂപീകരിച്ചത്.
മാലിന്യ സംസ്കരണത്തിനായി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ്. ലോകത്തിലെ ആദ്യ സൗരോർജ താപവൈദ്യുത നിലയം മന ഗോപി മരുഭൂമി. എവിടെയാ നിലവിൽ വരുന്നത്? മന എവിടെയാ ഗോപി മരുഭൂമി. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദിയായത് റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഓക്കെ, താങ്ക് യു.